സഹൃദയരായ എല്ലാ ശ്രോതാക്കൾക്കും ഫിലിം സോങ് ജയൻ വേങ്ങേരിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ചിത്രശിലാപാളി ഈ പാട്ടിൻ്റെ അനുപല്ലവിയിലേക്ക് നമുക്ക് പോവാം. അപ്പം ഞാൻ രാഗങ്ങൾ പറഞ്ഞതാണ്, എല്ലാം നമ്മൾ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞതാണ്. ഇനി അനുപല്ലവി സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. നീയ മേനക ശ്രുതി 1.5 എന്ന് പറഞ്ഞല്ലോ. നീയ മേനക പസനി സനിമ പാ 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 പസനി സനിമ പാ 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 പസനി സനിമ പാ 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 നീയ മേനക നൃത്തം വയ്ക്കും പസനി സനിമ പാ പാ സെയിം സ്വരം തന്നെ. പസനി സനിമ പാ പാ നൃത്തം വയ്ക്കും. ഒരു പ്രാവശ്യം കൂടി. നീയ മേനക പസനി സനിമ പാ 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 നീയ പസനി സനിമ നീയ മേനക പാ പാ പാ. മനസ്സിലായോ? നൃത്തം വയ്ക്കും പസനി സനിമ പാ 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 നൃത്തം വയ്ക്കും. അപ്പൊ ഒന്നുകൂടി. നീയ മേനക നൃത്തം വയ്ക്കും. അടുത്തത് നാൽപ്പാമര മാനി പാനിസ നാൽപ്പാമര പമാനി പാനിസ നാൽപ്പാമര പമാനി പാനിസ നാൽപ്പാമര കാട്ടിൽ നിസരീസ 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 എന്ന് പറയാം. നാൽപ്പാമര പമാനി പാനിസ നാൽപ്പാമര കാട്ടിൽ നിസരീസ കാട്ടിൽ. നാൽപ്പാമര പമാനി പാനിസ നിസരീസ കാട്ടിൽ. ഇനി അടുത്തത്. ഏതോ റിസരിഗ 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 ഏതോ പുഷ്പസരം. ഈ ഒരു സ്ഥലത്ത് കറക്റ്റ് നോട്ട് ഞാൻ തരാം, പക്ഷെ അത് അത്ര കറക്റ്റ് ആയിട്ട് തന്നെ പാടണം. മനസ്സിലാക്കിക്കോളി. റിസരിഗ ഏതോ പുഷ്പസരം രി നി സ സ നി രി നി സ സ നി. ഇതാണ് ഇതിന്റെ കറക്റ്റ് നോട്ട്. ആ സനി എന്ന് പറയുമ്പോൾ ചെറിയൊരു തിങ്സ് അവിടെ കൊടുത്തോണ്ടി. ഏതോ പുഷ്പസരം കൊണ്ടെന്നലെ ദപാദാനിദ 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 കൊണ്ടെന്നലെ നിന്നലെ മഗ പമ ഗ ഗ മഗ പമ ഗ ഗ ഗ മഗ പമ ഗ ഗ ഗ നിന്നലെ മഗ പമ ഗ ഗ ഗ. ഏതോ അവിടെ റിസരി മഗ പറയാം. റിസരി മഗ എന്ന് പറയാം. റിസരി മഗ പുഷ്പസരം രേ നി സ സ നി പുഷ്പസരം. മനസ്സിലായോ? രേ നി സ സ നി പുഷ്പസരം ദപാദാനിദ ദപാദാനിദ കൊണ്ടിൻ
മഗ പമഗ ഗഗ ഡിം മഗ പമഗ ഡിം മഗ പമഗ ഡിം നലെ ഗഗ നലെ. മനസ്സിലായോ? നല്ല പാടി തന്ന അപ്പ അത്. ഏതോ പുഷ്പസരം കൊണ്ടിന്നലെ ദബദനിദ ദബദനിദ കൊണ്ടിന്നലെ. മനസ്സിലായോ? ദബദനിദ മഗ പമഗ ഗഗ കൊണ്ടിന്നലെ. ഭംഗിയാക്കണം അവിടെ മാക്സിമം. കൊണ്ടിന്നലെ ദബദനിദ ദബദനിദ കൊണ്ടിന്നലെ മഗ പമഗ ഗഗ ഡിന്നലെ. മനസ്സിലായില്ലേ? എന്റെ തപസിളകി എന്റെ ഗപമാനിവ എന്റെ ഗപമാനിവ എന്റെ ഗപമാനിവ ഗപമാനിപ എന്റെ തപസിളകി ഗരി മമപ തപസിളകി ഗരി മമപ എന്റെ തപസിളകി ഗപമാനിവ ഗരി മമപ എന്റെ തപസിളകി കാമിനി പസരി സനി പമഗ പസരി സനി പമഗ പസരി സനി പമഗ കാമിനി പസരി സനി പമഗ പസരി സനി പമഗ കാമിനി കാമിനി പസരി സനി പമഗ പസരി സനി പമഗ കാമിനി. കറക്റ്റ് നോട്ടുകളാട്ടോ ഇതൊക്കെ. പസരി സനി പമഗ കാമിനി എന്റെ തപസിളകി. മനസ്സിലാവുന്നുണ്ടോ? എന്റെ തപസിളകി കാമിനി എന്റെ എന്റെ ഗപമാനിവ എന്റെ ഗപമാനിവ എന്റെ ഗപമാനിവ തപസിളകി ഗരി നിന്നി സഗസ ഗരി ഗരി നിന്നി നിന്നി സാഗസ എന്റെ ഗപമാനിവ ഗപമാനിവ എന്റെ ഗപമാനിവ എന്റെ ഗപമാനിവ തപസിളകി ഗരി ഗരി നിന്നി സഗസ ഗരി നിന്നി സഗസ. പസരി സനി പമഗ പസരി സനി പമഗ കാമിനി കാമിനി എന്റെ തപസിളകി. മനസ്സിലായോ? ഇത്രയും വൃത്തിയുള്ള നോട്ട് ഞാൻ തന്നിട്ട് നിങ്ങൾക്ക്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ? എന്താ ചെയ്യേണ്ടത്? നിങ്ങള് കോൺസ്റ്റന്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യാം. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ഒരു എസ്റ്റാബ്ലിഷ് മൈൻഡ് വേണം. അത് വേണമെങ്കിൽ ഒരു ലക്ഷ്യം വേണം. മനസ്സിലായോ? സ്ഥിരമായി പ്രാക്ടീസ് ചെയ്യുക. പറയുന്ന വാക്കിനും പ്രവർത്തിക്കും ഒരു സ്ഥിരത ഉണ്ടാവുക. ഇതൊക്കെ ലക്ഷ്യങ്ങൾ ഉണ്ടെങ്കിലേ വരുള്ളൂ. ഞാൻ ഇന്ന് ചെയ്തതാണ്. ഇപ്പൊ ഇന്ന് ചെയ്യൂലെന്ന് വിചാരിച്ചത് തന്നെയാണ്. പക്ഷെ ഞാൻ എന്ത് ചെയ്യും? ചെയ്ത് ഒരിഞ്ഞ വെയിലത്താ ചെയ്യുന്നത് റൂമിലുള്ള. അപ്പം അതൊക്കെ ഞാൻ സഹിച്ചിട്ടാ ചെയ്യുന്നത് നിങ്ങൾക്ക്. അതും വൃത്തിയുള്ള നോട്ട്, കറക്റ്റായ നോട്ട്.
അപ്പം സൊസൈറ്റിയിൽ ഒരു അക്നോളജ്മെന്റ് നമുക്ക് ഉണ്ടാവണമെങ്കിൽ ഇതൊക്കെ ചെയ്യണം, ഇങ്ങനെയൊക്കെ വേണം, ഇത്രയൊക്കെ നമ്മൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. വളരെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് ത്യാഗം സഹിച്ചിട്ടൊക്കെയാണ് ഇത് ചെയ്യുന്നത് ഞാൻ. അതുപോലെ നിങ്ങളും കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് ഉയർന്ന സ്റ്റേജിലെത്തണം. അപ്പോൾ വളരെ സന്തോഷമായിരിക്കും എനിക്ക്. ശരി, ഓക്കെ.